കേരള സർവകലാശാല മൊത്തത്തിലെ കലുഷിതമാണ്. അതെ, അക്കാദമിക് രംഗങ്ങളാകെ തന്നെ തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് പോലും അതിൽ വലിയ വിശ്വാസ്യത തന്നെ ഇല്ലാതാക്കി തീർത്തു ഈ ഇടതുപക്ഷ സർക്കാർ. ആ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെയാണ് ഇതിനെ ഇല്ലാതാക്കിയതെന്നും പറയാം. അപ്പോൾ സിൻഡിക്കേറ്റ് യോഗം കൂടുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്, അല്ലേ സാറേ? സിൻഡിക്കേറ്റ് യോഗം ഇപ്പോൾ ഈ മാസം തന്നെ 2-ാം തീയതി ചേർന്നു. സെപ്റ്റംബർ 2-ന് സിൻഡിക്കേറ്റ് യോഗം ചേർന്നു. ഈ ഫണ്ട് ബജറ്റ് പാസ്സാക്കി, ഫണ്ട് ഒരു 100 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതെങ്ങനെ ചെലവഴിക്കണം എന്നുള്ള രൂപരേഖയെല്ലാം തയ്യാറാക്കി അത് പാസ്സാക്കി. അങ്ങനെ നിരവധി സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പുതിയ രജിസ്ട്രാറിനെ നിശ്ചയിച്ചു. നമ്മുടെ കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടർ രശ്മി ആണ് പുതിയ രജിസ്ട്രാർ. താൽക്കാലിക രജിസ്ട്രാറുടെ ചുമതല താൽക്കാലികമായി വഹിച്ചിരുന്ന മിനി കാപ്പൻ അത് ഒഴിഞ്ഞു. അവരെ തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടവർ കത്ത് നൽകിയിരുന്നു. ഇതെല്ലാം സിൻഡിക്കേറ്റ് അംഗീകരിച്ചു. പക്ഷെ അന്ന് സിൻഡിക്കേറ്റിൽ ഈ ഡോക്ടർ KS അനിൽകുമാറിന്റെ ഹർജി സസ്പെൻഷൻ സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നില്ല. അത് അന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലായിരുന്നു. അതിനു മുമ്പ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ചെത്തിക്കളയും എന്നൊക്കെ പറഞ്ഞു വലിയ വീരവാദം മുഴക്കിയവരാണ് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. എന്നിട്ട് അവർ ഒരു യോഗം ചേർന്ന്, ഈ VC ഇല്ലാതിരുന്ന VCയുടെ അധ്യക്ഷതയിലല്ലാതെ അവർ യോഗം ചേർന്ന് സസ്പെൻഷൻ പിൻവലിച്ചു. പക്ഷെ കാര്യമില്ല, VC ഒപ്പിടണം. VC ഒപ്പിട്ടില്ലെങ്കിൽ അത് ആ മിനിറ്റ്സ് രേഖയാവില്ല. അങ്ങനെ VC പിരിച്ചുവിട്ട ഒരു യോഗം രണ്ടാമത് വിളിച്ചു ചേർത്ത് സസ്പെൻഷൻ പിൻവലിച്ചാൽ അതിനകത്ത് എങ്ങനെ അതിന് നിയമസാധുത കിട്ടും? അതിനെ എങ്ങനെ നമുക്ക് നിയമപരമായി അംഗീകരിക്കാൻ കഴിയും? അപ്പോൾ അത് നടന്നിട്ടില്ല. കോടതിയിൽ വന്നപ്പോൾ അനിൽകുമാർ തൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയി. അത് കോടതി ആ ഹർജി തള്ളി. ശരിക്കും വെള്ളത്തിലായത് അനിൽകുമാറാണ്. നമുക്കറിയാം എന്തിനാണ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. ഗവർണർ പങ്കെടുക്കേണ്ട ഒരു സ്വകാര്യ പരിപാടി സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ വെച്ച് കാശ് കൊടുത്ത് ബുക്ക് ചെയ്ത് അവർ വാടകയ്ക്കെടുത്ത് അവിടെ ഗവർണറുടെ പരിപാടി സംഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ അലങ്കോലപ്പെടുത്തിയ ആളാണ്, അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച ആളാണ് അനിൽകുമാർ. ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ SFIക്കാരുടെയൊക്കെ വാക്ക് കേട്ടോണ്ട് ഈ ഗവർണർക്കെതിരെ, ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ നിലപാടെടുക്കുകയും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. VCയോട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ചാൻസലർ കൂടിയായ ഗവർണർ. VC അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു. ആ VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ ഗവർണർ നിർദ്ദേശിച്ചു. VC അതനുസരിച്ചു. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ അനിൽകുമാർ പുറത്തു നിൽക്കുകയാണ്. അവിടെ കടന്നു കയറി ഫയൽ നോക്കാനും ഒപ്പിടാനും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നും വിജയിച്ചില്ല. ജീവനക്കാർ തന്നെ ഒടുവിൽ അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവസാനം കൂടിയ സിൻഡിക്കേറ്റ് യോഗത്തിൽ അനിൽകുമാറിന് വേണ്ടി ഒരക്ഷരം മിണ്ടിയില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു രാജ്ഭവൻ കയറി ഇറങ്ങി എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ. ഗവർണർ കേട്ട ഭാവം നടിച്ചില്ല. അപ്പോൾ ഇവർക്ക് ഒടുവിൽ മനസ്സിലായി പണി പാളി എന്ന് മനസ്സിലായി. അങ്ങനെ അനിൽകുമാർ ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. കോടതിയിൽ ചെന്നപ്പോൾ കോടതി അനിൽകുമാറിന്റെ ഹർജി തള്ളിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കണമെങ്കിൽ അത് കോടതിയിലല്ല വരേണ്ടത്, നിങ്ങൾ ആദ്യം സിൻഡിക്കേറ്റ് യോഗം ചേർന്ന്, സിൻഡിക്കേറ്റിനാണ് അതിനുള്ള സസ്പെൻഷൻ പിൻവലിക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ്. അവിടെ കോടതിക്ക് ഒന്നും ചെയ്യാനില്ല. നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഉത്തരവ് പിൻവലിക്കണമെങ്കിൽ, ആ സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേരണം, നിങ്ങൾ അവിടെ പോയി അപേക്ഷിക്കുക എന്ന് പറഞ്ഞ് കോടതി ഈ ഹർജിയും തള്ളി അനിൽകുമാറിനെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ ഇതാ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടണം, സസ്പെൻഷൻ പിൻവലിക്കണം. അപ്പോൾ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടിയാൽ അവിടെ ബഹളം ഉണ്ടാക്കാം. ഈ സസ്പെൻഷൻ പിൻവലിപ്പിക്കാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. അത് VC ഒരു അജണ്ടയായിട്ട് കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് സിൻഡിക്കേറ്റ് തീരുമാനിക്കണം. അവിടെ വേറെയും സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ടല്ലോ, ഭൂരിപക്ഷം അനുസരിച്ചല്ലേ അവിടെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഗവർണർ ഇടപെട്ട് നിർദ്ദേശിച്ചതാണ്, അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശിച്ചതാണ് അനിൽകുമാറിന്റെ സസ്പെൻഡ് ചെയ്യാൻ. അത് പിൻവലിക്കണമെങ്കിൽ ചാൻസലർ കൂടിയായ ഗവർണർ വിചാരിക്കണ്ടേ? മാത്രമല്ല സെപ്റ്റംബർ 2-ന് യോഗം ചേർന്ന സിൻഡിക്കേറ്റാണ്. 3 മാസത്തിൽ ഒരിക്കൽ യോഗം ചേർന്നാൽ മതി.
ഇനി കണക്കനുസരിച്ച് ഡിസംബർ 2-നകത്ത് യോഗം ചേർന്നാൽ മതി. അപ്പോൾ ഉടനെ ഒന്നും സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ വി സി താൽക്കാലിക ചുമതല വഹിക്കുന്ന വി സിയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മോഹൻ കുന്നുമേലാണെങ്കിൽ വളരെ കണിശക്കാരനാണ്. അദ്ദേഹം നിയമം വിട്ട് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇപ്പോഴത്തെ ഈ ആവശ്യം നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല വി സി വേറൊരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചു. സിൻഡിക്കേറ്റ് യോഗമൊക്കെ വിളിക്കാം നമുക്ക്, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എനിക്കെതിരെയും മിനി കാപ്പനെതിരെയും രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന മിനി കാപ്പനെതിരെയും പോലീസിലൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോയി ആദ്യം പിൻവലിക്കുക, ആ പരാതി പിൻവലിക്കുക. കാരണം ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായിട്ടൊരു കേസ് കൊടുക്കുകയാണ്. എന്താ മിനിറ്റ്സ് തിരുത്തി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും നിലനിൽപ്പുള്ളതല്ല. പക്ഷേ ഈ പോലീസിലൊരു പരാതി കിട്ടിയാൽ പോലീസിനെ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. അതിങ്ങനെ നീറി അവിടെ കിടക്കും. അപ്പോൾ വി സി പറഞ്ഞു, നിങ്ങൾ കൊടുത്ത അനാവശ്യമായ ഒരു പരാതിയല്ലേ, ഒരു കള്ളപ്പരാതിയല്ലേ കൊടുത്ത്, ആ വ്യാജ പരാതി ആദ്യം പിൻവലിക്കുക. അത് കഴിഞ്ഞ് സിൻഡിക്കേറ്റ് വിളിക്കുന്ന കാര്യം ആലോചിക്കാം. ഇത് ഇന്നത്തെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ ഒട്ട് പിൻവലിപ്പിക്കാനും പറ്റില്ല. ഇവരുടെ എന്താ പറയുക, താളത്തിന് വി സിയെയും രജിസ്ട്രാറേയും വേണ്ടി വന്നാൽ ഗവർണറേയും ഒക്കെ തങ്ങളുടെ താളത്തിന് തുള്ളിക്കാം എന്ന അജണ്ട നടക്കുകയുമില്ല. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ സർ, ഈ അക്കാദമിക് സമൂഹത്തിനോടൊരു പ്രതിബദ്ധത വേണ്ടേ നമുക്ക്? ഈ അക്കാദമിക് സമൂഹത്തിന് മൊത്തത്തിലൊരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം കേരള സർവകലാശാല എന്ന് പറഞ്ഞാൽ മുമ്പ് കേരളത്തിലെ മികച്ച സർവകലാശാലകളിൽ ഒന്നായിരുന്നിടമാണ്. അതാണ് ഇന്ത്യയിലെ തന്നെ മികച്ച സർവകലാശാലകളിൽ ഒന്നായിരുന്നതാണ് കേരള സർവകലാശാല. അല്ല, ഞാൻ ചോദിക്കുന്നു സാർ, എൻ്റെ ചോദ്യം, ഈ വിദ്യാർത്ഥികളോട് നമുക്കൊരു മിനിമം പ്രതിബദ്ധത കാണിക്കണ്ടേ? ഈ പഠിക്കുന്ന കുട്ടികളുടെ ഭാവി വെച്ച് പന്താടാൻ പാടുണ്ടോ? അല്ല, അതുകൊണ്ടല്ലേ ഒരുവിധം ശേഷിയുള്ളവരൊക്കെ തന്നെ ഇവിടുന്ന് അങ്ങ് സ്ഥലം വിട്ട് പോവുകയാണ്. അല്ല, ആ ശേഷി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ ലോൺ എടുത്താന്നേലും പോവുകയാണ്. കാരണം ആ മിഡിൽ ക്ലാസ് ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ്. നേരത്തെ തന്നെ ഈ നേതാക്കന്മാരുടെ മക്കളെല്ലാം വിദേശത്താണ് പഠിക്കുന്നത്. അതെ, നമുക്കറിയാം. ഒന്നും അല്ലെങ്കിൽ ബാംഗ്ലൂരോ ചെന്നൈയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഒക്കെ പോയാണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സാധാരണക്കാർ മുദ്രാവാക്യം വിളിക്കാനായി കുറച്ച് പേര് ഇവിടെ അവശേഷിച്ചു. അവരെയാണ് ഇവർക്ക് ആവശ്യം. അതിനു വേണ്ടി അവർക്കൊക്കെയും കാര്യം ഏതാണ്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അവർ ക്രമേണ ഇതിനകത്ത് നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. സാർ, ഇതിന്റെ പുറകിൽ മറ്റൊരു ഗൂഢാലോചന കൂടെ ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ സർവകലാശാലകൾ തകർന്നാൽ മാത്രമേ സ്വകാര്യ സർവകലാശാലകൾക്ക് ഇവിടെ വളരാൻ സാധിക്കൂ. സ്വകാര്യ സർവകലാശാലകളെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നിലവിലെ ഈ UGCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സർവകലാശാലകളെ, സ്വയംഭരണാധികാരമുള്ള സർവകലാശാലകളെ നശിപ്പിക്കുകയല്ലേ ഈ ഇടതുപക്ഷവും SFIയും ഒക്കെ ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുമ്പ് സർവകലാശാലയുടെ ലൈബ്രറിയിലെ സൈറ്റിലെ ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടായത് ഇതുമായിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ്. ഇതൊക്കെ സ്വകാര്യ സർവകലാശാലയുടെ പോഷണത്തിന് വേണ്ടി ചെയ്യുന്ന ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലമാണ്. അപ്പൊ ഇതിനെ അങ്ങ് ഇല്ലാതാക്കും. പിന്നെ സ്വകാര്യ സർവകലാശാലകൾ ഇവരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടക്കും. സ്വകാര്യ സർവകലാശാലകൾ വരുന്നത് ഒരുപക്ഷെ നല്ലത് തന്നെ ആയിരിക്കാം. ഏതെങ്കിലും കാര്യങ്ങൾ ആരോഗ്യകരമായ മത്സരം നല്ലത്. പക്ഷെ ഇതിനെ തകർത്തെറിഞ്ഞുകൊണ്ടാകരുതെന്നേ ഉള്ളൂ. അല്ല, ഇതിനെ തകർത്ത് ഈ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികളെ അവരുടെ പഠനം സ്വകാര്യ സർവകലാശാലയുടെ നിയന്ത്രണത്തിലാക്കുക, അതിന് കീഴിലാക്കുക എന്നുള്ളൊരു ഒളി അജണ്ട ഇവിടെ ഉള്ളതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പ്രതിപക്ഷം പോലും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. വളരെ എന്താ പറയുക, വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് സർക്കാരും ഇടതുപക്ഷവും ഈ പറയുന്ന ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളും SFIയും ഒക്കെ ചേർന്ന്. ആ താളത്തിന് തുള്ളാൻ ഗവർണറും VCയും നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവർ ചെയ്യുന്ന കുറ്റം. അതിനാണ് അവരെ ഇങ്ങനെ വേട്ടയാടുന്നത്.